നമസ്കാരം. മക്കളുടെ പിറന്നാളിനുമൊക്കെ ഇടയ്ക്ക് കേക്ക് വാങ്ങിക്കാറുണ്ട്. അപ്പോൾ അവർക്കൊരു 3, 4 വയസ്സ് ആ ഒരു പ്രായം ആയിരുന്നപ്പോൾ 2, 3, 4 ആ പ്രായത്തിലൊക്കെ കേക്ക് വളരെ ഇഷ്ടമായിരുന്നു. നമ്മൾ കുറേയൊക്കെ മേടിച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ചൊക്കെ റെസ്ട്രിക്റ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഒരു ബാലൻസിലാണ് പോകാറുള്ളത്. ഇപ്പോൾ അവർക്ക് മൂത്ത ആൾക്ക് 6 വയസ്സിനടുത്തായിട്ടുണ്ട്. ഇപ്പോൾ അവർക്ക് കേക്കുകളോടുള്ള ആദ്യത്തെ ഒരു താല്പര്യം കുറച്ച് കുറഞ്ഞു. പണ്ടൊക്കെ കേക്കുകൾ മേടിച്ച നിമിഷം കൊണ്ട് തീരുമായിരുന്നത്. ഇപ്പോൾ അത്രയ്ക്കൊരു ഇൻട്രസ്റ്റ് ഇല്ല. കുറേശ്ശെ കുറഞ്ഞു തുടങ്ങി. അതുപോലെ കളിപ്പാട്ടങ്ങൾ മേടിച്ച് കഴിഞ്ഞാൽ ഇവർ പ്രത്യേകിച്ച് ചെറിയ ആളത് ഒരുപാട് എറിയലും അതുപയോഗിച്ച് പറ്റുന്ന എല്ലാ പരിപാടികളും ചെയ്യും. പൊട്ടിക്കുകയും മുറിക്കുകയും കഷ്ണങ്ങളാക്കുകയൊക്കെ ചെയ്യും. അപ്പോഴൊക്കെ ചിലപ്പോൾ തോന്നും ഇതെന്താ ഇങ്ങനെ എറിഞ്ഞ് കേടാക്കണേ എന്നുള്ളതൊക്കെ. പക്ഷെ വേറെ ചിലപ്പോഴൊക്കെ തോന്നാറുണ്ട്, ഉപയോഗിക്കപ്പെടാത്ത, വെറുതെ പൊടി തട്ടാതെ ഉപയോഗിക്കപ്പെടാതെ എടുത്തു വെച്ചിരിക്കുന്ന കളിപ്പാട്ടങ്ങൾ ചെലവഴിക്കപ്പെടാത്ത ഒരു ബാല്യകാലത്തിൻ്റെ ഓർമ്മകളാണ് അല്ലെങ്കിൽ ലക്ഷണങ്ങളാണെന്ന് പറയാറുണ്ട്. അപ്പോൾ ഈ ഉദാഹരണങ്ങൾ പറഞ്ഞത് എല്ലാത്തിനും അതിൻ്റേതായ ഒരു സമയമുണ്ട്. ഇത് നമ്മുടെ ശ്രീനിവാസൻ പറഞ്ഞ പോലെ എല്ലാത്തിനും അതിൻ്റേതായ സമയമുണ്ട് ദാസാന്ന് നാടോടിക്കാറ്റിൽ നമ്മുടെ വിജയൻ മറക്കാനാവാത്ത ക്യാരക്ടർ പറഞ്ഞ പോലെ എല്ലാത്തിനും അതിൻ്റേതായ സമയമുണ്ട്. ഏത് കാര്യങ്ങളും നമുക്ക് പല പല സമയങ്ങളിൽ ചെയ്യാം. ശരിയാണ്, ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ എന്നെല്ലാം നമ്മൾ പറയാറുണ്ട്. ഒരു പരിധിവരെ ശരിയാണ്. പലപ്പോഴും മോട്ടിവേറ്റ് ചെയ്യാനും ഒക്കെയാണ് നമ്മളിത് പറയാറുള്ളത്. അതിലെ സതുദ്ദേശത്തെയും അതിൻ്റെ ലക്ഷ്യത്തെയും എല്ലാം പൂർണ്ണമായിട്ട് മാനിക്കുന്നു. പക്ഷേ ഏതൊരു കാര്യത്തിനും, വ്യക്തികളെ എടുത്താലും രാജ്യത്തെ എടുത്താലും പ്രസ്ഥാനങ്ങളെ എടുത്താലും എല്ലാത്തിനും ഏറ്റവും അധികം ഒരു ആവശ്യമുള്ള ഒരു സമയമുണ്ട്. ഏറ്റവും അധികം ആപ്റ്റ് ആയിട്ടുള്ള ഒരു സമയമുണ്ട്. ആ സമയത്ത് നമുക്ക് വ്യക്തികൾക്കാണെങ്കിലും എന്തിനാണെങ്കിലും കഴിയുന്നത്ര അത് പ്രൊവൈഡ് ചെയ്യാൻ കഴിയണം. കാര്യം ആ സമയം ടൈം ആൻഡ് സ്പേസിലല്ലേ എല്ലാം നിലനിൽക്കുന്നത്. ആ ഒരു സമയം പോയി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കൽ കാലങ്ങൾക്ക് ശേഷം നമ്മളത് കൊടുത്താൽ പോലും ഒരിക്കലും അത് ഏറ്റവും ആവശ്യമുള്ള സമയത്ത് കൊടുക്കുന്ന ആ ഒരു വില, ആ ഒരു ഇമ്പാക്റ്റ് ഒരിക്കലും ഉണ്ടാവില്ല. ഇപ്പോൾ കളിപ്പാട്ടങ്ങൾ എടുത്തു വെച്ചിട്ട് ഞങ്ങളൊരു 8 വർഷം 10 വർഷത്തിന് ശേഷം അവർക്ക് കൊടുത്താൽ ആ 14, 15 വയസ്സിൽ അല്ലെങ്കിൽ 16 വയസ്സിൽ ഒരിക്കലും ഈ കളിപ്പാട്ട കാറുകളോ അല്ലെങ്കിൽ ഹൈഡ്രജൻ ബലൂൺസോ ഒന്നും ആയിരിക്കില്ല അവർക്ക് താല്പര്യം. അവരുടെ ഇഷ്ടങ്ങൾ ഒരുപാട് മാറിപ്പോയിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു പ്രായത്തിൽ നിർദോഷമായ കാര്യങ്ങളിലെങ്കിലും അവർക്ക് ഇഷ്ടമുള്ള കളിപ്പാട്ടം വെച്ച് അവർ കളിക്കട്ടെ. എല്ലാ കാര്യങ്ങളും നമുക്കിത് പറ്റില്ല കേട്ടോ. ഇപ്പോൾ കുട്ടികൾ ഫോൺ ഉൾപ്പെടെ പലതും ചോദിച്ചാൽ നമുക്കിത് പ്രായത്തിൻ്റെ ആവശ്യമില്ല എന്നൊന്നും കൊടുക്കാൻ പറ്റില്ല. തീർച്ചയായിട്ടും എല്ലാം സാധിപ്പിച്ചു കൊടുക്കണമെന്നുള്ളൊരു ഇതല്ല അതിൽ ഉദ്ദേശിച്ചിട്ടുണ്ടെന്നുള്ളത് വ്യക്തമായിട്ട് പറയട്ടെ. പക്ഷേ വിത്തിൻ ലിമിറ്റ്സ്, നിർദോഷകരമായ കാര്യങ്ങളിലെങ്കിലും പ്രായത്തിനനുസരിച്ച് കുറേയൊക്കെ വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇത് വലിയവരുടെ കാര്യത്തിലും എല്ലാം ബാധകമാണ് അല്ലേ. അപ്പോൾ ഏറ്റവും ഒരു കാര്യം ആവശ്യമുള്ളപ്പോൾ, അതിന് ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് ഉള്ളപ്പോൾ, ഏറ്റവും കൂടുതൽ അത് ആഗ്രഹിക്കുമ്പോൾ, ഏറ്റവും കൂടുതൽ ഉപയോഗമുള്ളപ്പോൾ ആ സമയത്താണ് വ്യക്തികൾക്ക് കാര്യങ്ങളും എല്ലാം വേണ്ടത്. എന്ത് കാര്യത്തിലാവും. ഇപ്പോൾ ചെറുപ്പത്തിലൊക്കെ പണ്ടൊക്കെ പുറത്തു പോകുമ്പോൾ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ ഒരു പ്രായത്തിലൊക്കെ നമുക്ക് കൊതിയാണ് അല്ലേ. അച്ഛനൊക്കെ ഒരുപാട് മേടിച്ച് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആനന്ദ് ഭവൻ എന്നുള്ള അങ്കമാലിയിലെ ഹോട്ടലൊക്കെ ഓർക്കുന്നത്, അവിടെ നിന്നൊക്കെ കഴിക്കാൻ കൊതിയായിരുന്നു. മിക്കവാറൊക്കെ അങ്കമാലി പോകുമ്പോൾ അച്ഛനോടെ കൊണ്ടുപോയിട്ട് മേടിച്ച് തരാറുണ്ട് കേട്ടോ. അതൊക്കെ ഇപ്പോഴും ഓർമ്മയുണ്ട് അവിടെ നിന്ന് കഴിച്ച ഭക്ഷണമൊക്കെ. പക്ഷേ ഇപ്പോൾ കുറേ നാൾ കഴിയുമ്പോൾ ഇപ്പോൾ ഹോട്ടൽ ഭക്ഷണം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നും തോന്നുന്നില്ല. ഒരു നേരം വീട്ടിൽ നിന്ന് കഴിക്കാനാണ് തോന്നുന്നത്. നമുക്ക് ഹോട്ടൽ ഭക്ഷണത്തോടുള്ള ആ കൊതിയൊക്കെ എവിടെയോ പോയി മറിഞ്ഞു. ഇപ്പോൾ അങ്ങനെ കൊതിയൊന്നും തോന്നുന്നില്ല. പിന്നെ ക്രിക്കറ്റിൻ്റെ കേസിൽ ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം കുറച്ചോളം ചാമ്പ്യൻസ് ട്രോഫിയിൽ വന്നു. ഇന്ത്യ ന്യൂസിലൻഡ് ഫൈനൽ ഉണ്ടായിരുന്നു. ഇന്ത്യ ന്യൂസിലൻഡ് ഇതിന് മുമ്പ് കളിച്ചത് 2000-ലാണ്. ഞാൻ 8ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ആ മത്സരം 100 ഓവറോളം നിന്ന് ആ മത്സരം ഫുൾ ഒരു ബോൾ പോലും ഇടാതെ ഞാൻ ഇരുന്ന് ലൈവ് കണ്ടിരുന്നു. ഇന്ത്യയുടെ ബാറ്റിംഗ്, ന്യൂസിലൻഡിൻ്റെ ചേസിങ്, വിജയമൊക്കെ എനിക്കതിലെ പല സ്കോറുകൾ ഇപ്പോഴും ഓർമ്മയുണ്ട്. അതുപോലെ 96 ലോകകപ്പിൽ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം, അന്ന് എനിക്ക് 9 വയസ്സാണ്. അന്നും ഞാനത് ഇരുന്ന് കണ്ടതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. സ്കോറും അതിൽ പല കാര്യങ്ങളും ചില കമൻട്രി സെക്ഷൻസ് വരെ ഓർമ്മയുണ്ട്. പിന്നെ കുറേ കാലം കഴിഞ്ഞ് ഇപ്പോൾ അടുത്ത കാലങ്ങളിലെ മത്സരങ്ങളൊന്നും അങ്ങനെ മനസ്സിൽ നിൽക്കാറില്ല. കാര്യം മുമ്പൊക്കെ കണ്ടിരുന്ന അതൊരു ജീവൻ മരണ പോരാട്ടം, ഒരു ഇമോഷണൽ ആ ഒരു രീതിയിലാണ് കണ്ടിരുന്നെങ്കിൽ ഇമോഷണൽ റോളർ കോസ്റ്ററായ അന്നത്തെ മത്സരങ്ങളെല്ലാം. ഇന്ന് അത്രയും ഒരു വൈകാരികതയുടെ എല്ലാ കളികൾ കാണുന്നത്. ഇവൻച്വലി ദിസ് ഇസ് എ സ്പോർട്ട് ഓൺലി, ഇതൊരു കളിയാണ് എന്നുള്ളൊരു ബോധത്തോടെയാണ് കാണുന്നത്. അപ്പോൾ ഒരു അത്രയും ഒരു ഇൻട്രസ്റ്റോടെ കണ്ട കാലം മാറി. അപ്പോൾ ഓരോ കാലത്തിലും ഓരോ സമയത്തിലും നമ്മുടെ കാഴ്ചപ്പാടുകൾക്കനുസരിച്ച് നമ്മുടെ അഭിപ്രായങ്ങളും ഇഷ്ടങ്ങളും നമ്മൾ ഒരേ കാര്യം എങ്ങനെയാണ് ആസ്വദിക്കുന്നത് എന്നുള്ളതെല്ലാം മാറി വരും അല്ലേ. ഇപ്പോൾ യാത്രകളുടെ കേസിലും അതെ. യാത്രകൾ ഓരോ സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്ന ഓരോ യാത്രകളുണ്ട്. സ്കൂൾ സമയത്തൊക്കെ ചിലപ്പോൾ കൂട്ടുകാരൊന്നിച്ച് ഒരുമിച്ചുള്ള യാത്രയായിരിക്കാം. ചെറുപ്പത്തിൽ മാതാപിതാക്കൾ ഒരുമിച്ചുള്ള യാത്രയായിരിക്കാം. വിവാഹത്തിന് ശേഷം ഹസ്ബൻഡും വൈഫും തമ്മിൽ ഒരുമിച്ചുള്ള യാത്രയായിരിക്കാം. പിന്നെ കുട്ടികളുള്ളപ്പോൾ അവരുടെ കൂടെയുള്ള യാത്രയായിരിക്കാം. അങ്ങനെ ഓരോ പ്രായത്തിലും എല്ലാം വ്യത്യസ്തമാണ് അല്ലേ. ഓരോന്നും ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യേണ്ട, ഏറ്റവും കൂടുതൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന, ഏറ്റവും കൂടുതൽ താല്പര്യമുള്ളൊരു കാലഘട്ടമുണ്ട്. ആ കാലഘട്ടത്തിൽ അതിന് കഴിഞ്ഞാലാണ് അതിന് ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഞാൻ പല ഉദാഹരണങ്ങൾ പറഞ്ഞത് ഈ ഒരു ടൈം എന്നുള്ള പോയിന്റിനെ, ഒരു കാര്യത്തെ നമ്മൾ ഒരിക്കലും നെഗ്ലക്റ്റ് ചെയ്യരുത്. പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ കാത്തിരിക്കുക,
ഇവൻച്വലി, ഇൻ ദ ലോങ് റൺ, അവസാനം, ഒടുവിൽ എന്നൊക്കെ പറഞ്ഞ വാക്കുകൾ നമ്മൾ പലപ്പോഴും ഉപയോഗിക്കാറുണ്ട്. ചിലപ്പോഴൊക്കെ നല്ല അർത്ഥത്തിലാണ്, ചിലപ്പോഴൊക്കെ ഈ ഒരു സമയം എന്നുള്ള ഫാക്ടറിനെ കൺസിഡർ ചെയ്യാതെയാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്, അല്ലേ? നമുക്ക് വേണ്ട സമയത്തല്ലെങ്കിൽ ഇതിനെല്ലാം താല്പര്യമോ ആരോഗ്യമോ മനസ്ഥിതിയോ ഒക്കെ മാറിക്കഴിഞ്ഞ് വേറൊരു സന്ദർഭത്തിൽ നമുക്കിത് കിട്ടിയാൽ ഓക്കെ, ഇറ്റ്സ് ബെറ്റർ ലൈറ്റ് ദാൻ നെവർ എന്നുള്ളത് അംഗീകരിക്കുന്നു. എങ്കിൽ നമുക്ക് ആ വേണ്ട സമയത്ത് കിട്ടുന്ന ആ ഒരു ഇമ്പാക്റ്റ് ഒരിക്കലും ഉണ്ടാവില്ല, അല്ലേ? ഇപ്പോൾ കുട്ടികളെ ഇപ്പോൾ കഥ പറഞ്ഞ് ഉറക്കാറുണ്ട്. ഈ ഒരു പ്രായത്തിലാണ് അവർക്ക് അച്ഛനും അമ്മയൊക്കെ കഥ പറഞ്ഞ് ഉറക്കാനൊക്കെ അവർ വിളിക്കാൻ സാധ്യതയുള്ളൂ. മേ ബി ഒരു 8-10 വർഷത്തിന് ശേഷം നമ്മൾ അങ്ങനെ ഒരു ഉറക്കേണ്ട ആവശ്യമില്ല. ആ സമയത്തൊക്കെ ചിലപ്പോൾ അവർക്ക് പ്രിഫറൻസസ് വേറെ ആയിരിക്കാം, കൂട്ടുകാരായിരിക്കും കൂടുതൽ പ്രിഫറൻസ് ഉള്ള കാര്യങ്ങൾ. അപ്പോൾ സമയത്തിൻ്റെ വാല്യൂ മനസ്സിലാക്കുക, യുണീക്ക് ടൈം ആൻഡ് സ്പേസ് കൺസെപ്റ്റ്സിനെ മനസ്സിലാക്കുക. നമ്മളെപ്പോലെ നമ്മൾ മാത്രമേ ഉള്ളൂ നമ്മൾ എപ്പോഴും പറയാറുണ്ട്, ശരിയാണ്. ഒരു വ്യക്തിയെ പോലെ അയാൾ മാത്രമേ ഉള്ളൂ. അതുപോലെ ഒരു സാഹചര്യത്തെ പോലെ, ഒരു കോമ്പിനേഷൻ പോലെ, ഒരു ടൈം ആൻഡ് സ്പേസ് കൺസ്ട്രക്റ്റിനെ പോലെ അത് മാത്രമേ ഉള്ളൂ. നാളെ ഒരിക്കലും ഇന്നിന് പകരമാകില്ല. ഇന്നത്തെ വില തിരിച്ചറിയുക, ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്ന് ചെയ്യുക. ആ ഒരു ഇമ്പോർട്ടൻസ്, ആ ഒരു ടൈം ഫാക്ടറിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് അത് മനസ്സിലാക്കാനാണ് ഞാൻ ഇത്രയും വിശദമായിട്ട് പല ഉദാഹരണങ്ങൾ കൂടി പറഞ്ഞത്. ഏതൊരു സിനിമയിൽ, സല്യൂട്ട് എന്നുള്ള സിനിമയിലാന്ന് തോന്നുന്നു, അതിലൊരു കഥാപാത്രം നമ്മുടെ ദുൽഖർ സൽമാനോട് ചോദിക്കുന്നുണ്ട്, എന്തോ ഒരു തെറ്റ് പറ്റി അതിന് മാപ്പ് പറയുകയും ചെയ്യലാണ്. അപ്പോൾ മാപ്പ് ഞാൻ സ്വീകരിക്കാം, പക്ഷേ എനിക്ക് നഷ്ടപ്പെട്ട ആകാശങ്ങളും എനിക്ക് നഷ്ടപ്പെട്ട സമയവും ജീവിതവും നിങ്ങൾക്ക് തിരിച്ചു തരാൻ കഴിയുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇല്ല, നമുക്ക് ആർക്കും ഒന്നും തിരിച്ചു കൊടുക്കാൻ പറ്റില്ല. സമയം തിരിച്ചു കൊടുക്കാൻ കഴിവുള്ളവർ ആരുമില്ല. നമുക്ക് ചെയ്യാൻ കഴിയുന്നത് സ്വന്തം കേസിലാണെങ്കിലും നമ്മുടെ പ്രിയപ്പെട്ടവരുടെ കേസിലാണെങ്കിലും ആരുടെ കേസിലാണെങ്കിലും ഈ സമയത്തിൻ്റെ ഇത് തിരിച്ചറിഞ്ഞ് വേണ്ട സമയങ്ങളിൽ കഴിയുന്നത്ര വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ ശ്രദ്ധിക്കുക, അല്ലേ? ജീവിതം ഒരിക്കലും റിവൈൻഡ് ഇല്ലാത്ത ഒരു വൺ ഡയറക്ഷണൽ യാത്രയാണ്. നമുക്ക് കഴിയുന്നത്ര ഡാമേജ് കൺട്രോൾ ചെയ്യാം, തിരിച്ചു പിടിക്കാൻ ശ്രമിക്കാം. പക്ഷേ ഉപ്പോളം വരുമ്പോൾ ഉപ്പിലിട്ട് എന്ന് പറഞ്ഞ മാതിരി ഒരിക്കലും അത് ഏറ്റവും നഷ്ടപ്പെട്ടു പോയ കാലത്തിന് അതേപോലെ ആവില്ല. അപ്പോൾ സമയത്തിൻ്റെ പ്രാധാന്യം തിരിച്ചറിയുക. നമ്മൾ പലപ്പോഴും പൈസയുടെ കേസിലും ആരോഗ്യത്തിൻ്റെ കേസിലൊക്കെ പറയും അതൊക്കെ ഇമ്മെറ്റീരിയലാണ്, അതൊന്നും കാര്യമില്ല എന്ന് പറഞ്ഞ് അതിനങ്ങ് ചെറുതാക്കി തള്ളാറുണ്ട്. ചില സന്ദർഭങ്ങളിൽ സമാധാനം കിട്ടാനും ആശ്വസിപ്പിക്കാനും ഒക്കെ അത്തരം ചിന്താഗതികൾ വേണം, അത് പൂർണ്ണമായിട്ട് അംഗീകരിക്കുന്നു. ഇവൻച്വലി സീരിയസ്ലി അതെല്ലാത്തിനും അതിൻ്റേതായ പ്രാധാന്യമുണ്ട്, പണത്തിനും ആരോഗ്യത്തിനും ഏറ്റവും ഉപരി സമയത്തിനും, അല്ലേ? അപ്പോൾ ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്ന് ചെയ്യുന്നുണ്ടോ? നമ്മുടെ മാതാപിതാക്കൾ കൂടെയുള്ളപ്പോൾ, പ്രായമായ മാതാപിതാക്കൾ കൂടെയുള്ളപ്പോൾ അവരോടൊപ്പം ചെലവഴിക്കേണ്ട സമയം, അവർക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടോ? നമ്മുടെ ചെറിയ കുട്ടികൾക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടോ? ഏറ്റവും പോട്ടെ, നമ്മുടെ ഈ മനുഷ്യജന്മം കിട്ടിയിട്ട് മനുഷ്യജന്മത്തിൻ്റെ ബേസിക് കാര്യങ്ങളും പിന്നെ ഏറ്റവും ഉദാത്തമായ ലക്ഷ്യമായ ആത്മസാക്ഷാത്കാരത്തിനായിട്ടുള്ള ഒരു ശ്രമവും അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടോ? എല്ലാം എത്രയോ ഉദാഹരണങ്ങൾ കൂടി നമുക്കിത് ചിന്തിക്കാം. അങ്ങനെ നമ്മൾ ഓരോരുത്തരും സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യമാണത്. മറ്റുള്ളവരെ തിരുത്താനാണ് നമുക്ക് എപ്പോഴും താല്പര്യം, പക്ഷെ ആദ്യമായിട്ട് സ്വയം ചോദിക്കുക. അവനവനിൽ തന്നെ തുടങ്ങി എല്ലാവരോടും നമ്മൾ ഈ സമയത്ത് അവർക്ക് ഏറ്റവും വേണ്ട, ഏറ്റവും താല്പര്യമുള്ള, ന്യായമായ, ദോഷമില്ലാത്ത കാര്യങ്ങളെങ്കിലും ചെയ്തു കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ചിലപ്പോൾ കാത്തിരിപ്പും സമയവും ഇവൻച്വലിയും ലോങ് റണ്ണും എല്ലാം കഴിഞ്ഞ് നമ്മളൊരു പക്ഷേ ഇത് കൊടുക്കുമ്പോൾ അവർക്കത് ആവശ്യമില്ലായിരിക്കും. അവർക്കത് എൻജോയ് ചെയ്യേണ്ട പ്രായവും സമയവും സാഹചര്യവും ഒക്കെ മാറിയിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ വില ഒരുപാട് കുറയുകയാണ് ചെയ്യുന്നത്. ഈ ഒരു കാര്യം എപ്പോഴും ഓർക്കുക. വിശക്കുമ്പോഴാണ് ഭക്ഷണം വേണ്ടത്, അല്ലാതെ മരിച്ചു കഴിഞ്ഞോ വിശപ്പ് മാറിയിട്ടോ ഭക്ഷണം കഴിക്കാൻ കഴിയാത്ത അവസ്ഥയിലോ അല്ല. വിശക്കുമ്പോൾ ഭക്ഷണം കൊടുക്കാൻ ശ്രമിക്കുക, സ്വയവും മറ്റുള്ളവർക്കും. സമയത്തിൻ്റെ ഒരിക്കലും തിരിച്ചു വരാത്ത ഏറ്റവും അമൂല്യമായ കാര്യമായ സമയത്തിൻ്റെ മൂല്യം തിരിച്ചറിയുക. നമ്മളെപ്പോലെ ആരുമില്ല, ഒരാളെപ്പോലെ ആരുമില്ല. ഒരു സമയം, ഒരു സ്പേസ് ടൈം കൺസ്ട്രക്റ്റിനെ പോലെ മറ്റൊരു സ്പേസ് ടൈം ഒരിക്കലും വരില്ല. ഇന്നത്തെ പോലെ ഇന്ന് മാത്രമേ ഉള്ളൂ. നാളെ ചിലപ്പോൾ ഇന്നത്തേക്കാൾ നല്ലതോ മോശമാവാം, പക്ഷെ നാളെ ഒരിക്കലും ഇന്നത്തെ പോലെ ആവില്ല. ഇന്നത്തെ പോലെ ഇന്ന് മാത്രമേ ഉള്ളൂ. ഈ ഒരു കാര്യം എപ്പോഴും ഓർക്കുക. ടൈം ഈസ് ഇമ്പോർട്ടൻറ്റ്. ടൈം ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇൻ ദ സെൻസ്.